നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൃദയത്തിൽ അനുകമ്പയും ആർദ്രതയും ഉണർത്തി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിന് മുറ്റിച്ചൂരിൽ തുടക്കമായി. കിഴുപ്പള്ളിക്കര ജനകീയ സമിതി പ്രതിഭാ പുരസ്കാര സമർപ്പണം നടത്തി. വാർത്തകൾ തുടരുന്നു. ഹൃദയത്തിൽ അനുകമ്പയും ആർദ്രതയും ഉണർത്തി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. വിവിധ ജമാഅത്ത് കമ്മിറ്റികൾ ബലിപെരുന്നാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. പരിപൂർണമായ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ആഘോഷമാണ് ബക്രീദ്. തനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് ഈശ്വര സന്നിധിയിൽ ബലിയായി നൽകി സ്വയം തിരുബലിയാവുക എന്നതാണ് ബക്രീദിന്റെ ആത്യന്തിക സന്ദേശം. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്മരണകൾ പുതുക്കി കേരളത്തിൽ ശനിയാഴ്ച നടന്ന ബലിപെരുന്നാൾ ആഘോഷത്തിന് മസ്ജിദുകളും വിശ്വാസികളുടെ വീടുകളും വർണ്ണാഭമായാണ് ഒരുങ്ങിയത്. രാവിലെ 8-നും 8:30-നും ഇടയിലാണ് ഭൂരിഭാഗം മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ കുത്തുബയും നമസ്കാരങ്ങളും സംഘടിപ്പിച്ചത്. അന്തിക്കാട് ജുമാ മസ്ജിദിൽ നടന്ന കുത്തുബയ്ക്കും പെരുന്നാൾ നമസ്കാരത്തിനും മഹല്ല് ഖതീബ് നൌഫൽ അദി കാർമികനായി. മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ നാസർ, സെക്രട്ടറി KK അബ്ദുൽ സലാം, ട്രഷറർ ഹംസ പൂവത്തുംകടവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭാഗ്യം നൽകുമാറാവട്ടെ. കൊപ്രക്കളം ജാമിയ ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ആസിഫ് ഇസ്ലാഹി ആലുവ നേതൃത്വം നൽകി. كما صليت على إبراهيم وبارك على محمد إبراهيم إنك حميد مجيد ولا تموتن إلا وأنتم. മഹാപ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം, ആ ജീവിതം മുന്നോട്ട് വെച്ച ആശയങ്ങളും ആദർശങ്ങളും അത് ഇനി വരാനിരിക്കുന്ന ലോകാവസാനം വരെയുള്ള ജനസമൂഹങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ള ശേഷക്കാരിലും ഇനി വരാനിരിക്കുന്ന ആളുകളിലും ആ പ്രവാചകന്റെ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവശേഷിപ്പിച്ചുവെന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ധാരാളക്കണക്കിന് അധ്യായങ്ങളിലൂടെ ഒരു പ്രവാചകനെ സംബന്ധിച്ച് ഇത്രയേറെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. കളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം MI അബ്ദുൽ ജലീല നേതൃത്വം നൽകി. സമർപ്പണത്തിന്റെ പാതയിലൂടെ മക്കളും മുന്നോട്ട് പോകണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വാർദ്ധക്യത്തിന്റെ അവശതയിൽ ഒരു മകന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്നതാണ്. അള്ളാഹുവേ, സ്വാലിഹായ മക്കളിൽ നിന്ന് എനിക്ക് നൽകണമെന്ന പ്രാർത്ഥനയാണ്. കേവലം ഒരു മകനെ അല്ല അദ്ദേഹം ആവശ്യപ്പെടുന്നത്, പിന്നെയോ സ്വാലിഹായ മകനെ വേണമെന്നാണ് അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. കളമുറി മസ്ജിദ് ദുഫായിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് സിറാജുദ്ദീൻ നിസാമി ചെറുമുക്ക നേതൃത്വം നൽകി. മുനവീർ സഖാഫി ചങ്ങരംകുളം പെരുന്നാൾ സന്ദേശം നൽകി.
أشهد أن سيدنا محمدا عبده ورسوله أكرم العبيد. വലപ്പാട് പുത്തൻപള്ളിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖതീബ് റഫീഖ് ഖാസിമി നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ. മഹല്ല് പ്രസിഡന്റ് വി കെ സുലൈമാൻ ഹാജി, ജനറൽ സെക്രട്ടറി പി ഐ നസീർ, വൈസ് പ്രസിഡന്റ് എൻ എം ഷെരീഫ്, കമ്മിറ്റി ഭാരവാഹികളായ കെ എ അയ്യൂബ്, പി എ ഷാജഹാൻ, പി എസ് ഷഹീൻ, സി കെ ഷംസുദ്ദീൻ, കെ പി മുഹമ്മദ് അലി, ടി എം സക്കീർ, ഷെരീഫ് പാണ്ടികശാല, എം കെ ആദമു, വി ഐ അബു താലിഫ്, പി എ നിഷാദ്, കെ കെ ഹനീഫ, പി എം മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പള്ളിയിൽ മധുര വിതരണവും നടന്നു. നിരവധി വിശ്വാസികൾ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. നിശ്ചയദാർഢ്യത്തിൻ്റെ കത്തികൊണ്ട് ഈമാനിൻ്റെ കരുത്തിൽ സർവ്വമോഹങ്ങളും ബലിയർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹാജറ ബീബിയുടെയും സ്മരണകൾ നിറയുന്ന ഈ സുദിനത്തിൽ എൻ്റെ വലിയ പെരുന്നാൾ ആശംസ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ഉദ്ഘോഷിച്ച് തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ തൃപ്രയാർ ഈദ്ഗാഹ് കമ്മിറ്റി ബലിപെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ബലിപെരുന്നാൾ നമസ്കാരത്തിന് അനീസ് അഹമ്മദ് നേതൃത്വം നൽകി. ഈദ് സന്ദേശമായി വിശ്വാസികളെ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗവും സമർപ്പണവും മാതൃകയാക്കി ജീവിക്കാൻ ഉപദേശിച്ചു. ഈദ്ഗാഹിന് ജമാഅത്തെ ഇസ്ലാമി നാട്ടിക പ്രസിഡന്റ് മുഹമ്മദ് സ്വാലിഹ്, റഹീം നാട്ടിക, ബഷീർ സെൻ, സജീവ് അൻസാരി, ഷിയാദ് മജീദ്, വാഹിദ് വലപ്പാട്, റാസിഖ് സയ്യിദ് മുഹമ്മദ്, അസ്ലം, റഷീദ് വലപ്പാട്, കഫീൽ, അബു താഹിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPI പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നാട്ടിക മണ്ഡലം സമ്മേളനത്തിന് മുറ്റിച്ചൂരിൽ തുടക്കമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാട്ടിക ഫർക്കയിലും അന്തിക്കാട് ഫർക്കയിലും വിത്തുപാകിയ 25 മുൻകാല നേതാക്കളുടെയും പ്രവർത്തകരുടെയും വസതികളിൽ എത്തിച്ചേർന്ന സ്മൃതി പതാക ജാഥ സംഗമത്തോടുകൂടി CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാടിൻ്റെ പാരമ്പര്യത്തെയും നമ്മുടെ ഈ പ്രദേശത്തെ ചിത്തുതൊഴിലാളി പ്രസ്ഥാനത്തെക്കുറിച്ചും ചകിരി തൊഴിലാളികളെ സംബന്ധിച്ചുമെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ആവേശകരമായ ഒരു സമ്മേളനത്തിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ പ്രദേശത്തെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്നും 25 പതാകകൾ അത് അഭിമാനപൂർവ്വം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ ഈ സമ്മേളനത്തിന് നാന്ദി കുറിച്ച് അത് ഉയർത്തിയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെല്ലാം ഇന്ന് പലതരത്തിലുള്ള ഘടക സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജൂൺ മാസം അവസാനത്തോടുകൂടി ജില്ലാ സമ്മേളനങ്ങളിലേക്കും നമ്മൾ പോവുകയാണ്. ഇവിടുത്തെ മണ്ഡലം സമ്മേളനങ്ങൾ ഏതാണ്ട് പകുതിയോളം ആയിട്ടുണ്ട്. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VS സുനിൽകുമാർ, TR രമേഷ് കുമാർ, ഷീല വിജയകുമാർ,
KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, സ്വർണലത ടീച്ചർ, CC മുകുന്ദൻ MLA, ഗീതാ ഗോപി, CR മുരളീധരൻ, KM കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് ജൂൺ 16 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതിനോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. നാട്ടിക SN ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, നേതാക്കളായ PM അഹമ്മദ്, KR സീത, TS മധുസൂദനൻ, KC പ്രസാദ്, MR ദിനേശൻ, KB ഹംസ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ചെയർമാനായി PM അഹമ്മദ്, കൺവീനറായി MA ഹാരിസ് ബാബു, ട്രഷററായി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഈ പരിപാടിയുടെ വിജയം സമീപകാലത്ത് നാട്ടികയിൽ എങ്ങും നടക്കാത്ത രീതിയിലുള്ള വലിയ ജനക്കൂട്ടം, പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മതലം തൊട്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. നാട്ടിക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പഴയ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉൾപ്പെടുന്നതാണ് എന്ന് നമുക്കറിയാം. ഇതങ്ങ് തെക്കോട്ട് പോയാൽ കോതപറമ്പ് വരെ അതിന് നാട്ടിക ഫറക്ക എന്നാണ് പറയുന്നത്. GCI തൃപ്രയാർ സംഘടിപ്പിച്ച സല്യൂട്ട് ദ സൈലന്റ് സ്റ്റാർസ് പരിപാടി വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ നടന്നു. പോലീസ് മേഖലയിലെ ശ്രദ്ധേയമായ സേവനത്തിന് ആദരവുമായാണ് GCI തൃപ്രയാർ ഈ പരിപാടി സംഘടിപ്പിച്ചത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഷി PS, സബ് ഇൻസ്പെക്ടർ ഉണ്ണി PU എന്നിവരെ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു. ചടങ്ങിൽ വലപ്പാട് CI MK രമേശ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ GCI തൃപ്രയാറിന്റെ അംഗങ്ങളായ കൃഷ്ണ TS, ഹരി PK, മനോജ് കുന്നത്ത്, ഹരി ജയറാം, നിർമ്മല പരമേശ്വരൻ, ബിൽട്ടൺ തച്ചിൽ, GCI സെനറ്റർ ധന്യ ഷൈൻ, പ്രോഗ്രാം ഡയറക്ടർ രാജി സുരാജ് എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Manappuram Geeta Ravi Public School, the joy of learning.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കിഴുപ്പിള്ളിക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അരുതാത്ത ലഹരിക്കെതിരെ നാട് കൈകോർക്കുന്നു എന്ന സന്ദേശവുമായി പുരസ്കാര സമർപ്പണം നടത്തി. സിനിമാ താരം ജോളി ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. സമിതിക്കകത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കകത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ വളരെയധികം ഒരു അഭിമാനവും സന്തോഷവും അങ്ങനെ ഒരു നിമിഷം എനിക്ക് ഒരുക്കി തന്ന അഭിമാന സമിതിക്ക് എൻ്റെ നന്ദി ആദ്യം അറിയിക്കുകയാണ്. പൊതുവെ ഞാൻ നന്ദി പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കാരണം നന്ദി എന്ന് പറയുന്നത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണെന്നാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അതേസമയം സന്തോഷം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം സന്തോഷം നമുക്ക് മനസ്സിൽ തട്ടിയാൽ മാത്രം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വികാരമാണ് അല്ലേ. ഒരു സന്തോഷത്തോടെ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതായിരിക്കും കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. ഞാനിവിടെ മനസ്സിലാക്കിയത് ഇന്നത്തെ ഈ വേദി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ തികച്ചും അർത്ഥവത്തായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കാരണം നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്ത് എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം ലഹരിക്ക് അടിപ്പെടുന്ന നമ്മുടെ യുവതലമുറയാണ്. അത് യുവതലമുറ എന്ന് പറയുന്നത് കൗമാരക്കാരും, അതായത് 15-നും 30-നും വയസ്സിനിടയിലുള്ള ലഹരിക്ക് അടിപ്പെടുന്ന ഒരു നല്ല ആരോഗ്യകരമായ ഒരു ജനതയെ അങ്ങനെ പോകുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കിഴുപ്പിള്ളിക്കര വില്ലേജിലെ SSLC +2 CBSE പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് സ്വാഭിമാനം പരിപാടിയിൽ വെച്ച് ആദരിച്ചത്. കൂടാതെ LSS, USS, NMMS സ്കോളർഷിപ്പ് നേടിയവരെയും ഹരിതകർമ്മസേന പ്രവർത്തകർ, അംഗനവാടി ടീച്ചർമാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥികളായി അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ്, ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സാജൻ മാസ്റ്റർ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ഫിലിം ഡയറക്ടർ ഋഷി സുരേഷ്, കൺവീനർ TV ദിബു, വാർഡ് മെമ്പർമാരായ ഷൈനി ബാലകൃഷ്ണൻ, CL ജോയ്, സതി ജയചന്ദ്രൻ, ട്രഷറർ ഗോകുൽ കൃഷ്ണ V എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാരായ വൃന്ദ ജയ്ലാൽ, രാജി, സനീഷ് KC, സ്വാലിഹ് ഹബീബ്, ബഷീർ പുതിയ വീട്ടിൽ, PK ചന്ദ്രശേഖരൻ, രതി സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. അമ്മ തൻ വിരലുകൾ മുറുകെ പിടിച്ചിട്ട് തിരികെ മടങ്ങുവാൻ വെമ്പിയപ്പോൾ എന്നെ തനിച്ചാക്കി അമ്മ മടങ്ങിയ നൊമ്പരം കൊണ്ടു വിതുമ്പിയപ്പോൾ പഠനകാലത്തെ പരീക്ഷണഘട്ടങ്ങൾ പരീക്ഷീണമായി എന്നെ മാറ്റുമ്പോഴും തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പിന്റെ 30ാം വാർഷികം ഈ വരുന്ന ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃപ്രയാർ ക്ലബ്ബ് കഴിഞ്ഞ 30 വർഷമായി മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തിവരുന്നത്. 30ാം വാർഷികം തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ ഞായറാഴ്ച രാവിലെ CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷത വഹിക്കും. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക്, റീജിയൻ ചെയർപേഴ്സൺ ആനി ജോസഫ്, സോൺ ചെയർമാൻ VS വ്യാസബാബു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സെക്രട്ടറി CR ഗണേഷ്, ട്രഷറർ ജ്യോതി തോമസ് എന്നിവർ സംസാരിക്കും. തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ്, സെക്രട്ടറി CR ഗണേഷ്, മാധവ മേനോൻ, KR പ്രതാപൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ഞായറാഴ്ച 8-ാം തീയതി കാലത്ത് 9:30 ലയൺസ് ക്ലബിൽ വെച്ചാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തപ്പെടുന്നത്. അതിലേക്ക് എല്ലാ മാന്യ ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ടു. അതിഥി തൊഴിലാളിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വലപ്പാട് സ്റ്റേഷൻ റൌഡി കത്തി രാജേഷ് പോലീസ് പിടിയിലായി.
കയ്പമംഗലം ചാമക്കാല ബീച്ച് പാലസ് ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച് വെസ്റ്റ് ബംഗാൾ സ്വദേശി 30 വയസ്സുള്ള റാബിയൂർ ഹുസൈൻ ദബക് എന്നയാളോട് പ്രതി ബീഡി ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യത്തിൽ ജൂൺ 20-ാം തീയതി മരവടി കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് റാബിയൂർ ഹുസൈൻ ദബക്കിന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായ വലപ്പാട് പനച്ചിച്ചുവട ഉന്നതി സ്വദേശി പുത്തൻ വീട്ടിൽ കത്തി രാജേഷ് എന്ന് വിളിക്കുന്ന 43 വയസ്സുള്ള രാജേഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ രാജേഷിനെ റിമാൻഡ് ചെയ്തു. രാജേഷിന് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ചാ കേസും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമവും 7 അടിപിടി കേസുകളും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും ലഹരി ഉപയോഗിച്ച് പൊതുജന ശല്യമുണ്ടാക്കിയ ഒരു കേസുമുണ്ട്. ഈ കേസിലെ പ്രതികളായ ചാമക്കാല സ്വദേശികളായ ചാരിച്ചെട്ടി വീട്ടിൽ രതീഷ് എന്ന് വിളിക്കുന്ന 35 വയസ്സുള്ള രമേശ്, പടവലപ്പറമ്പിൽ വീട്ടിൽ 31 വയസ്സുള്ള ബാദുഷ എന്നിവരെയാണ് മുമ്പ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു KR, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, SCPO ഗിരീശൻ, CPO സൂരജ്, വിനുകുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. അപേക്ഷയോടൊപ്പം ഫോട്ടോ, മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്നിവ ജൂൺ 20-നുള്ളിൽ ബാങ്കിൽ സമർപ്പിക്കേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. CPI പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന നാട്ടിക മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ച് 25 സ്മൃതി പതാക ജാഥകൾ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു. CPI തൃശൂർ ജില്ലാ കൗൺസിൽ അംഗവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രധാന അധ്യാപകനുമായിരുന്ന V. ശ്രീധരൻ മാസ്റ്ററിന്റെ വീട്ടുകാർ നൽകിയ സ്മൃതി പതാക കിഴ്പ്പള്ളിക്കരയിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു. സംഘാടക സമിതി കൺവീനർ PK ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. യോഗത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം ഷീന പറയങ്ങാട്ടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. KC ബൈജു, സീന അനിൽകുമാർ, മീന സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് PR ഷിനോയ്, വൈസ് ക്യാപ്റ്റൻ KK ഷമീർ, ഡയറക്ടർ ബീന ദിലീപ് തുടങ്ങിയവരും നിരവധി പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. 1925 ഡിസംബർ 26-ന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വെച്ച് പാർട്ടി രൂപീകൃതമായത്. ആ രൂപീകൃതമായ വർഷം തൊട്ട് 100 വർഷം പിന്നിടുമ്പോൾ ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഐതിഹാസികമായ സമരങ്ങൾക്ക് വേദിയായിട്ടുള്ള മണ്ണ് കൂടിയാണ് നമ്മുടെ ഈ മേഖലയും. അതൊക്കെ ആ സമര സഖാക്കളെ ഓർക്കുന്നതിന് വേണ്ടി ഒരു ചരിത്ര സംഗമം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിനോടനുബന്ധിച്ച് CPI നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിയാത്ര നടത്തി. CPI നാട്ടിക മണ്ഡലം സമ്മേളനവും ജന്മശതാബ്ദി ആഘോഷവും ജൂൺ 6, 7, 8, 9 തീയതികളിലായി നടന്നുവരികയാണ്. അതിന്റെ ഭാഗമായി മൺമറഞ്ഞ നേതാക്കളുടെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് സ്മൃതിയാത്ര നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. വൈസ് ക്യാപ്റ്റന്മാരായ മഹേഷ് NM, PC രാജൻ, ഡയറക്ടർമാരായ ജിനീഷ് ഐരാട്ട, ധർമ്മൻ അന്തിക്കാട്ട്, ENR കൃഷ്ണൻ, വിജയരാഘവൻ തട്ടുംപറമ്പിൽ, NP സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മണ്ഡലം സമ്മേളന നഗരിയിലേക്ക് സ്മൃതിയാത്ര ബൈക്കുകളുടെയും ഓട്ടോറിക്ഷയുടെയും അകമ്പടിയോടെ എത്തിച്ചേർന്നു. നാട്ടിക മണ്ഡലത്തിൻ്റെ സമ്മേളനം നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് എല്ലാ LCകളിൽ നിന്നും ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളെ വിട്ടുപോയ, നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച സഖാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള പതാകകൾ ഏറ്റുവാങ്ങുകയും അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ ഈ പാർട്ടിയുടെ മൊമെന്റോ സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്മൃതിയാത്ര ഇവിടെ തന്നെ ഈ പഞ്ചായത്തിൽ തന്നെ ഇനി 3 സഖാക്കളുടെ കൂടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് പോകാനുണ്ട്. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി ചേർന്നു. പ്രധാന അധ്യാപിക C. ജെന്നി ടീച്ചർ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് UP വിഭാഗം കുട്ടികൾ നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള കുട്ടിച്ചങ്ങലയും സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ജൂൺ 15 നടത്തുന്ന വടക്കേ കാരമുക്ക് സെന്റ് ആന്റണീസ് ഇടവക പള്ളിയിൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ ദിനം മുതൽ നവനാൾ തിരുകർമ്മങ്ങൾ നടത്തും. ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. നവനാൾ ദിനത്തിൽ വൈകിട്ട് 5:30 ദിവ്യബലി, നൊവേന, ലത്തീഞ്ഞ, തിരുശേഷിപ്പ് വണക്കം, നേർച്ച എന്നിവ ഉണ്ടായിരിക്കും. ട്രസ്റ്റിമാരായ ആന്റണി പൊന്മാണി, ലിജോ പള്ളിക്കുന്നത്ത്, ജോർജ് കോടേങ്കണ്ടത്ത്, തിരുനാൾ കൺവീനർ ജെയിംസ് വടക്കേത്തല, ജോയിന്റ് കൺവീനർ CA ആൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. 60 കുടുംബങ്ങൾക്ക് 10 കിലോ അരി വീതം തിരുനാളിനനുബന്ധിച്ച് നൽകുന്നുണ്ട്. അതിനുവേണ്ടി സ്പോൺസർ ചെയ്ത കുടുംബത്തെ നമ്മുടെ കുടുംബത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അത് പ്രതീകാത്മകമായിട്ട് ഓരോ പാക്കറ്റ് നമ്മൾ ലതീനിൽ നൊവേനയ്ക്ക് ശേഷം യൂണിറ്റ് ഭാരവാഹികൾക്ക് കൈമാറുന്നതും ഇന്ന് തന്നെയാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, തിരുനാൾ ജൂൺ 15-ാം തീയതിയാണ്. തിരുനാളിനോട് ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ് ഇനി മുതൽ എല്ലാ ദിവസവും. നമുക്കറിയാം, തിരുനാളിൻ്റെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന നവനാൾ തിരുക്കർമ്മങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ ഇടവക കുടുംബം മുഴുവൻ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴിയായി നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ഒപ്പം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ പ്രത്യേകമായി ഏങ്ങണ്ടിയൂർ കൊണ്ടറപ്പശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടത്തി. ചടങ്ങുകൾക്ക് രമേശൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു. വനിതാ കൂട്ടായ്മയിലെ അംഗങ്ങളായ രത്നവല്ലി ജയൻ, ഷീല ദേവാനന്ദ, ശൈലജ അനന്തശയനൻ, ഉഷ അശോകൻ, സിന്ധു ഉദയകുമാർ, റീന സുഷിൽ കുമാർ, ലിസ സലീം, ബിന്ദു ശിവകുമാർ, ഗിരിജ പ്രേമൻ, സിന്ധു ദിനേശ്, ശൈല പ്രകാശ് എന്നിവർ
പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. ക്ഷേത്ര ഭാരവാഹികളായ രഘുനാഥൻ, മോഹനൻ, അനന്തശയനൻ, സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. എടമുട്ടം ലയൺ ക്ലബ്ബും തൃശൂർ ഐ വിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. എടമുട്ടം ലയൺസ് ഹാളിൽ നടന്ന ക്യാമ്പ് റീജിയൻ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സോൺ ചെയർപേഴ്സൺ VS വ്യാസബാബു വിശിഷ്ടാതിഥിയായിരുന്നു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുമോദ എരണയിഴത്ത്, ചാർട്ടേഡ് മെമ്പർ MG മോഹനൻ എന്നിവർ സംസാരിച്ചു. ഐ വിഷൻ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനകൾ നടന്നു. പ്രദേശങ്ങളിലെ ക്ലബ്ബുകളുണ്ട്, അതായത് തൃപ്രയാർ ക്ലബ്ബ്, പെരിഞ്ഞന ക്ലബ്ബ്, കൊടുങ്ങല്ലൂർ ക്ലബ്ബ് സ്ഥിരമായി എല്ലാ മാസവും ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ധാരാളം പേരെ ഫ്രീ ആയിട്ട് ഓപ്പറേഷന് വിധേയരാക്കുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല സർവീസുകളുമായിട്ടാണ് ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ എടമുട്ടം ലയൺസ് ക്ലബ്ബ് വളരെ ആതിഥ്യമുള്ളൊരു ക്ലബ്ബാണ്. ധാരാളം സർവീസ് പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഓണായിട്ട് അവർ ധാരാളം കിറ്റുകൾ ഈ പ്രദേശവാസികൾക്ക് സമ്മാനിക്കുകയുണ്ടായി. ഇനി കാണാം വിദ്യാലയങ്ങളിലൂടെ 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. ജൂൺ 11 ലോവർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിലാണ് GVHS വിദ്യാലയം സ്ഥാപിതമായത്. 3 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് 5 കെട്ടിടങ്ങളിലായി 41 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി 6 ക്ലാസ് മുറികളുമുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളും 2 ലാബുകളിലുമായി ഏകദേശം 50ഓളം കമ്പ്യൂട്ടറുകളുമുണ്ട്. 2 ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. എൻ്റെ പേര് സാവിത്രി. ഞാൻ ഈ വലപ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. തീരദേശത്തെ പൊതുവിദ്യാലയങ്ങളിലെ മികവ് പുലർത്തുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ വലപ്പാട് ഹയർ സെക്കൻഡറി സ്കൂള്. അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗത്തും മികച്ച നിലവാരത്തിലാണ് നമ്മുടെ സ്കൂളുള്ളത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ കോൽക്കളി മത്സരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ A ഗ്രേഡ് കരസ്ഥമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്തും നമ്മുടെ കുട്ടികൾ മികവ് പുലർത്തുകയുണ്ടായി. സംസ്ഥാനതല മത്സരങ്ങളിലും അവർ പങ്കെടുത്ത് 3ാം സ്ഥാനത്തും 4ാം സ്ഥാനങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ അക്കാദമിക രംഗത്ത് പറയുകയാണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ഭാഗങ്ങളിലായി 172 വിദ്യാർത്ഥികളാണ് നമ്മൾക്ക് ഇത്തവണ പരീക്ഷ എഴുതിയത്. അതിൽ 6 പേര് ഫുൾ A+ കരസ്ഥമാക്കുകയും 8 വിദ്യാർത്ഥികൾ 90% മുകളിൽ മാർക്ക് കരസ്ഥമാക്കുകയും ഉണ്ടായി. കുട്ടികളെ ഈ നിലയിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ നമ്മുടെ അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ അധ്യാപകർക്ക് മികച്ച പിന്തുണയായിട്ട് PTA ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. അതുപോലെ ഈ സ്കൂളിലെ വിവിധ കമ്മിറ്റികളായ SMC, MPTA, വികസന സമിതി, OSA തുടങ്ങിയവയും സ്കൂളിൻ്റെ പുരോഗതിക്ക് എപ്പോഴും ഒപ്പം കൂട്ടായി താങ്ങായി നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗ്രാമ്യ പുരസ്കാരം നൽകുന്നതിൽ സ്കൂളിന് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നും കൂടി അറിയിക്കുന്നു. എൻ്റെ പേര് ഷീജ TG. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വലപ്പാട് HM ആണ് ഞാൻ. ഇവിടെ 3ാമത്തെ വർഷമാണ് ഞാൻ HM ആയിട്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, ഇവിടുത്തെ ഈ സ്കൂളിലെ തുടർച്ചയായിട്ട് 5 വർഷങ്ങളായിട്ടുണ്ട് കുട്ടികൾ 100% വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ 100% വിജയമാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അതിൽ ഈ വർഷവും നമുക്ക് 100% വിജയത്തിലേക്ക് കുട്ടികളെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അധ്യാപകരെല്ലാവരും അതിന് കുട്ടികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾക്ക് PTA, MPTA, SMC അതുപോലെ തന്നെ മറ്റു കമ്മിറ്റികൾ, സ്കൂളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റികളുടെയും സഹകരണം നമ്മളോടൊപ്പം തന്നെയുണ്ട്. എല്ലാവരും നമ്മൾക്കൊപ്പം നിന്നിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ ഗ്രാമ്യ ചാനൽ അവാർഡ് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ
കുട്ടികൾക്കും എല്ലാവർക്കും നമ്മളുടെ സ്കൂളിനും തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലപ്പാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. SSLC ഈ വർഷത്തെ റിസൾട്ടിൽ 100% വിജയം കൈവരിച്ചു. ഒപ്പം തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും മികച്ച വിജയം കൈവരിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗ്രാമ്യ ചാനൽ കൊടുക്കുന്ന വിദ്യാഭ്യാസ പുരസ്കാരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിൽ അതിയായ സന്തോഷം ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് അമീന. ഞങ്ങൾ GVHS വലപ്പാടത്ത് ഫുൾ A+ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞങ്ങളുടെ വിജയത്തിന് പിന്നിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും സപ്പോർട്ട് തന്നെയാണ്. ഞങ്ങളുടെ ഭാഗം എഫേർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ടീച്ചേഴ്സും പാരൻസും നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് A+ കിട്ടിയതും. ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ വിളിച്ച് എല്ലാതും സപ്പോർട്ടും പിന്നെ നല്ല കമ്പനി ആയിരുന്നു ടീച്ചേഴ്സൊക്കെ. അതൊക്കെ തന്നെയാണ്. എൻ്റെ പേര് ഹസ്ന. ഞങ്ങൾ GVHSലെ ഫുൾ A+ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫുൾ A+ കരസ്ഥമാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ടീച്ചേഴ്സിനായിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അതപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. നമുക്ക് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പേഴ്സണലായി വിളിച്ചിരുത്തി അത്രക്കും ക്ലിയർ ചെയ്ത് ഉറപ്പാക്കിയിട്ട് അവർ അത്രയും ഞങ്ങൾക്ക് വേണ്ടി കുറേ എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ മന്ത്ലി ആയിട്ട് എക്സാം വെക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് 100% സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എഫേർട്ടും പിന്നെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് പാരൻസ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മന്ത്ലി എക്സാം വെക്കുമ്പോൾ മന്ത്ലി ആയിട്ട് ഞങ്ങൾക്ക് PTA മീറ്റിങ്ങൊക്കെ ഉണ്ടാവും. അങ്ങനെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഞങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫെമിന. GVHS വലപ്പാടിലെ ഫുൾ A+ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഫുൾ A+ഓടെ ഇപ്പോൾ പാസ്സായി. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഞങ്ങളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങളുടെ സ്കൂളിലത്തെ ടീച്ചേഴ്സും HMും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാവും പകലില്ലാണ്ടാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു എക്സാം ടൈമിലൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയായാലും ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി അവിടെ റെഡി ആയിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത PTA മെമ്പേഴ്സ്, MPTA, SMC എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാണ്. അതുപോലെ തന്നെ ഗ്രാമ്യ ചാനലിനും ഞങ്ങൾ ഈ നിമിഷം നന്ദി പറയണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആവണി. ഞാൻ വലപ്പാട് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ഇപ്പോൾ ഫുൾ A+ഓടുകൂടി പാസ്സായി. എൻ്റെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും ടീച്ചേഴ്സും PTAയിലത്തെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ജയിക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. ഗ്രാമ്യ ചാനലിനും ഞങ്ങളുടെ വക എല്ലാ നന്ദിയും അറിയിക്കുന്നു. VPM SNTP HSS കഴിമ്പ്രം 1915 സ്ഥാപിതമായത്. VP ഗോപാലനാണ് ഈ വിദ്യാലയം ഒരു ലോവർ പ്രൈമറി സ്കൂൾ എന്ന നിലയിലേക്ക് ഉയർത്തിയത്. SNDP യോഗം ഏറ്റെടുത്തതോടെ ഈ വിദ്യാലയം ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. 1982 ഹൈസ്കൂൾ ഉയർത്തപ്പെട്ടത്. വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം 1998 പ്രവർത്തനം ആരംഭിച്ചു. ഹൈസ്കൂളിന് 5 കെട്ടിടങ്ങളായി 50 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി 10 ക്ലാസ് മുറികളുമുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളും ആകെ 3 കമ്പ്യൂട്ടർ ലാബുകളുമുണ്ട്. 3 ലാബുകളിലുമായി ഏകദേശം 50ഓളം കമ്പ്യൂട്ടറുകളുണ്ട്. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്.
എൻ്റെ പേര് ബീനാറ്റി രാജൻ. ഞാൻ കഴിമ്പ്രം VPM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയാണ്. കുട്ടികളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് തീരദേശത്തെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി വളരെ കഠിനാധ്വാനത്തോടെ മുന്നേറുന്ന ഒരു സ്ഥാപനമാണ് നമ്മളുടെ കഴിമ്പ്രം വിദ്യാലയം. കഴിഞ്ഞ വർഷത്തെ പ്രവേശനോത്സവം മുതൽ പഠനോത്സവം വരെ നമ്മളുടെ രക്ഷിതാക്കളുടെയും ബഹുജനങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ ഒരു വലിയ സഹകരണവും പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കുക വഴി ഒരു മികച്ച വിജയം നേടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 33 A+കളോടെ ഒരു ഉന്നത വിജയം നമ്മൾ നേടിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 9 A+കളും 8 A+കളും നേടി നമ്മളുടെ കുട്ടികൾ അഭിമാനാർഹമായ ഒരു വിജയം നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ വളരെ ബഹുമാനപ്പെട്ട നമ്മളുടെ മാനേജ്മെൻറ്റിനോടും നമ്മളുടെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അടക്കമുള്ള നമ്മുടെ രക്ഷിതാക്കളോടും അതുപോലെ തന്നെ അധ്യാപക അനധ്യാപകർ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും സ്കൂളിൻ്റെ നന്ദി ഈ അവസരത്തിൽ സ്നേഹവും ഈ അവസരത്തിൽ അറിയിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് എപ്പോഴും പ്രോത്സാഹനമായി നിൽക്കുന്ന ഗ്രാമ്യ ചാനലിനും ഞങ്ങളുടെ സ്കൂളിൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. നല്ല വിജയം നേടിയ കുട്ടികൾക്ക് ഗ്രാമ്യ പുരസ്കാരം ഏർപ്പെടുത്തിയതിലുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. എൻ്റെ പേര് ജയലക്ഷ്മി. ഞാൻ VPM SNDP HSS കഴിമ്പ്രം സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഈ വർഷം ഞങ്ങളുടെ സ്കൂളിൽ 90.4% വിജയമാണുള്ളത്. ഇതിൽ 19 ഫുൾ A+ഉം 10 5 A+ഉം ആണ് കുട്ടികൾ നേടിയിരിക്കുന്നത്. ഈ കടലോര മേഖലയിലുള്ള കുട്ടികൾ ഇത്രയും വലിയ ഒരു വിജയം ഈ സ്കൂളിന് നേടിത്തന്നതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ അധ്യാപകരുടെ കഠിനമായ പരിശ്രമമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ പേരൻസും PTAയും മാനേജ്മെൻറ്റും എല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. നമസ്കാരം. നമ്മുടെ കഴിമ്പ്രം സ്കൂളിൽ ഇത്തവണയും വളരെ നല്ലൊരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. വർഷങ്ങളായിട്ട് 100% വിജയം 10ാം ക്ലാസ്സിലുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും 90% മുകളിലാണ് നമുക്ക് ഈ വർഷവും വിജയം കിട്ടിയിട്ടുള്ളത്. അതിന് പ്രാപ്തരാക്കിയ അധ്യാപകരെയും അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും അതിന് തയ്യാറായ കുട്ടികളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഗ്രാമ്യ അവാർഡ് എല്ലാ വർഷവും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടാറുണ്ട്. ഈ വർഷവും അതിന് തയ്യാറായ അതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായും ഇനിയുള്ള ഇതുപോലുള്ള പുരസ്കാരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുവാനുള്ള ഒരു സന്മനസ് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. നമ്മുടെ സ്കൂളിലെ ഈ വർഷവും 100% വിജയം 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2-ന് 90% മേലെ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ അതിനുവേണ്ടി പ്രാപ്തരാക്കിയ എല്ലാ അധ്യാപകർക്കും അതിനുവേണ്ടി നല്ലവണ്ണം തയ്യാറെടുത്ത നമ്മുടെ കുഞ്ഞുമക്കൾക്കും PTAയ്ക്കും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമ്മുടെ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2025 ഈ വർഷവും നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും. പ്രിയമുള്ളവരെ, തീരദേശ മേഖലയിലും അതുപോലെ തന്നെ വലപ്പാട് ഉപജില്ലയിലും ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും അതോടൊപ്പം തന്നെ 90%-ലധികം വിജയം കൈവരിക്കുകയും ചെയ്ത ഒരു സ്കൂളാണ് VPM SNDP HSS കഴിമ്പ്രം. ഈ സ്കൂളിനകത്ത് ആകെ 8 ബാച്ചാണുള്ളത്. അതിനകത്ത് 2 ബയോ സയൻസും അതുപോലെ തന്നെ 2 കമ്പ്യൂട്ടർ സയൻസ്, 2 ഹ്യൂമാനിറ്റീസ് ബാച്ച് കൂടാതെ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൊമേഴ്സ് മാത്സും ആണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് 90%-ലധികം കുട്ടികൾ വിജയിക്കുകയും 19 ഫുൾ A+ഉം 15 A+ഉം ആണ് ഈ കഴിഞ്ഞ കൈയളവിൽ എക്സാമിനകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ഇതിനകത്ത് നമ്മുടെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് പരിശീലകരായിട്ട് നമ്മുടെ അധ്യാപകർ നമ്മളോടൊപ്പം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ PTA ആയാലും മാനേജ്മെൻ്റ് ആയാലും നമ്മളോടൊപ്പം കൃത്യമായിട്ട് തന്നെ നിന്ന് പോയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് സ്കൂളിനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും ഞങ്ങളുടെ PTAയ്ക്കും ഓരോ വിദ്യാർത്ഥികൾക്കും അഭിമാനവും അഭിനന്ദനാർഹവുമാണ് ഇക്കഴിഞ്ഞ വിജയം എന്ന് പറയാനുള്ളത്. എല്ലാവർക്കും ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഗ്രാമ്യ നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഈ സ്കൂളിനെ തിരഞ്ഞെടുത്തതിന് നന്ദിയുണ്ട്. എല്ലാവരോടും അവസാനമായിട്ട് ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. VPM SNDP HSS കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ 400 കുട്ടികളിൽ 90% പിള്ളേരും ജയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിജയത്തിന് പിന്നിൽ അധ്യാപകരുടെയും PTA അംഗങ്ങളെയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നൈറ്റ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും അങ്ങനെ
വിവിധതരം ക്ലാസ്സുകൾ വെച്ചിട്ട് ഞങ്ങളുടെ ഉന്നത വിജയത്തിലേക്ക് അവർ മുന്നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൃദയത്തിൽ അനുകമ്പയും ആർദ്രതയും ഉണർത്തി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിന് മുറ്റിച്ചൂരിൽ തുടക്കമായി. കിഴുപ്പള്ളിക്കര ജനകീയ സമിതി പ്രതിഭാ പുരസ്കാര സമർപ്പണം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.